ഞാനെപ്പോൾ ടൗണിൽ കയറുകയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കണ്ടാൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോസോ വീഡിയോസോ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഡ്രസ്സിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. ചിന്നുവിൻ്റെ ബർത്ത്ഡേക്ക് റെമി സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ ഒരു ഫോട്ടോസ് എടുത്തതാണ് ഈ ഒരു ഡ്രസ്സ് എന്നൊന്നും കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും അതെനിക്ക് വെയർ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ ആ ഫോട്ടോസ് കാണിക്കാട്ടോ. അങ്ങനെ അതാ ഉച്ചക്കത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് പണിക്കാർക്കുള്ള ചായയൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. കടിയൊക്കെ കുഞ്ഞാക്ക് കടിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അധികം കടിയൊന്നും ഉണ്ടാക്കാറില്ല. കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും അതങ്ങോട്ട് ശരിയാവില്ല, അങ്ങോട്ട് സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കടിയിൽ നിന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3:15 3:30 ഉള്ളിലാണ് ചായ കൊടുക്കാറുള്ളത് കേട്ടോ. ഇന്ന് ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞാക്കിയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ കടന്ന് പടിയണീൻ്റെ ഇടയിൽ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി വിരകലായിരിക്കൂല, നമുക്ക് ഇങ്ങോട്ട് ശരിയായി കിട്ടൂല. നമ്മൾ ഒറ്റക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റും. പക്ഷേ അതിലൊരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും ശരിയാക്കാൻ പറ്റൂല അല്ലേ. പക്ഷേ കുഞ്ഞാക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഹെൽപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ റോളാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ 2 നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കാറുണ്ട്. ഒന്ന് സച്ചുവിനും ഒന്ന് ഫാദിക്കും. ചില ദിവസം എനിക്കും കൂടെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വാങ്ങാത്ത ദിവസം രണ്ടാളുടേതുമൊന്നും ഓരോ പീസ് എടുത്ത് ഞാൻ കഴിക്കാറാണ് കേട്ടോ. അവർക്കിപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ റോൾ പോയിട്ട് ചിക്കൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം എനിക്ക് ഈ വക ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം ഉണ്ടാക്കാനും അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ട്രൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകാറുണ്ട് കേട്ടോ. പക്ഷേ അതിനങ്ങോട്ട് നിൽക്കില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു പാചകത്തെ നമുക്ക് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കാറില്ല കേട്ടോ. പക്ഷേ നമുക്ക് അത്യാവശ്യം അതൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നും പുറത്തൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല എന്നാണ് പറയാറ്. നമുക്ക് ഇഷ്ടമുള്ളതും പുതിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആ കുഞ്ഞാക്ക് ചായ ഇട്ട്. അപ്പോൾ എണ്ണക്കടിയിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സുഖിയനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുഖിയന്. അങ്ങനെ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ പണിയെടുത്തുക്കണം എന്നുള്ളത് ചെന്ന് നോക്കലാണ് കേട്ടോ. അപ്പോൾ ആ മുട്ടും മലകൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ ഷീറ്റും കൂടെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉണ്ട്. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഉള്ളിലൊരു ഫില്ലർ അവർ പണിതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നനയ്ക്കലും കൂടെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ. അത് വേറെ എന്തെങ്കിലുമൊക്കെ വാർക്കുന്നതിനിടയിൽ വാർക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാ പണി വരില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു ഉള്ളിലുള്ള ഫില്ലർ അവർ വാർത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്ക് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാദി സ്കൂളിൽ വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് എൻ്റെ അമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദി പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സൈക്കിൾ എടുത്ത് പോയതാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഫാദിക്കുട്ടി ഇമ്മാനെ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മതാ വരുമ്പോൾ വീടൊക്കെ നോക്കുകയാണ്. എൻ്റെ കുട്ടിൻ്റെ വീടിൻ്റെ പണി എത്ര ആയിക്കണോ എന്നുള്ളതൊക്കെ ആയിരിക്കും ആ ഒരു നോട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൗണിൽ തന്നെ ആവുകൊണ്ട് എപ്പോഴും ഉമ്മാക്കുപ്പാക്കൊക്കെ വരാനും പോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് നല്ലൊരു സൗകര്യം കൂടിയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കുട്ടികളെയും കൂടെ കൂട്ടിയിട്ട് പുഴയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അത്രയും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകാത്തത്. അല്ലെങ്കിൽ എന്തായാലും മുന്നിൽ ഞാനായിരിക്കും പോകാറുള്ളത്. അങ്ങനെ രാത്രിയായി അവർ ഉമ്മാൻ്റെ അടുത്തേക്ക് തറവാട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ അങ്ങനെ അവർ നിൽക്കാറില്ല. കാരണം റൂമും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ്. അപ്പോൾ കുഞ്ഞുമാണ് അവരെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവൻക്കാണെങ്കിൽ ഭയങ്കര അർജന്റ്, പെട്ടെന്ന് കയറി പെട്ടെന്ന് പോകാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വണ്ടിയിൽ ഉന്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. സച്ചുവിന് ബാധിക്കും ഇവരെ കൂടെ തറവാട്ടിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നാളെ മദ്രസ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. രണ്ടാക്കും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ രണ്ടുപേർക്കും ഉറങ്ങുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് വേണം. അപ്പോൾ പിന്നെ അവർക്കും വലിയൊരു താല്പര്യം ഇല്ലാതായിട്ടോ. പിന്നെ അവർ പോയി ഇവർ രണ്ടുപേരും TV ഒക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.